എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പത്രമാറ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ എല്ലാവരും നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം, ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പത്രമാറ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജലജയും ദേവയാനിയും കൂടി അനിയുടെ മണിയാർ ഒരുക്കുകയായിരുന്നു. അപ്പോൾ ദേവയാനി ഇങ്ങനെ ജലജയോട് പറയുകയായിരുന്നു, എന്തൊക്കെ മോഹങ്ങളായിരുന്നു നമുക്ക് രണ്ട് മരുമക്കൾ വന്നിട്ട് നല്ലവണ്ണം സ്നേഹിക്കണമെന്നും സ്വന്തം മക്കളെ പോലെ കാണണം എന്നൊക്കെ ആയിരുന്നില്ലേ ആഗ്രഹം എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, അതൊന്നും നടന്നില്ലല്ലോ എടുത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുകയാണ്, അതെ, ഒന്നും നടന്നില്ല. അവർ രണ്ടുപേരും വന്ന രീതി കൊണ്ട് ഒന്നും അവര് കയറി വന്ന രീതി കൊണ്ട് രണ്ടിനെയും ഇഷ്ടപ്പെടാൻ പറ്റിയില്ല. നവ്യ നല്ല രീതിയിലാണ് ഈ വീട്ടിലേക്ക് വന്നതെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ നയന ഈ വീട്ടിലേക്ക് വരികയും ചെയ്യില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ദേവയാനി. ഇനിയിപ്പോൾ അനാമിക മോളാണ് ഈ വീട്ടിലെ മരുമകൾ. അവളെ നല്ല വണ്ണം സ്നേഹിക്കണം, സ്വന്തം മോളെ പോലെ നോക്കണം. അനി എനിക്ക് ആദർശിനെ പോലെ തന്നെയാണ്, അവനും സ്വന്തം മോനെ തന്നെ എനിക്ക്. അപ്പോൾ അവരുടെ ജീവിതം നന്നാവണം എന്നൊക്കെ ഇങ്ങനെ പറയുകയായിരുന്നു. അപ്പോൾ ജലജ ഇങ്ങനെ ഇഷ്ടക്കേട് കാണിച്ചിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, അപ്പോൾ അവിടെയും എൻ്റെ മോൻ പുറത്താ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ എല്ലാം ഒരുക്കിയതിന് ശേഷം പറഞ്ഞു, ഇനി നമുക്ക് നമ്മുടെ രണ്ട് മരുമക്കളെയും കാണിച്ചു കൊടുക്കണം, നമ്മൾ ഒരുക്കിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കണം, അവർക്ക് മനസ്സിലാവട്ടെ അനന്തപുരിക്കാർ എങ്ങനെയാണ് മരുമക്കളെ സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞ് രണ്ടാളും രണ്ട് പേരെയും വിളിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ദേവയാനി ചെന്ന് നയനയുടെ വാതിൽ മുട്ടി. തുറന്നപ്പോൾ ദേവയാനി പറഞ്ഞു, നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറയുമ്പോൾ, എന്താ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ ദേവയാനി പറയും, എന്താ നീ കാരണം അറിഞ്ഞാലേ വരുള്ളൂ, നിനക്ക് എന്തെങ്കിലും മലമറിക്കുന്ന ജോലിയുണ്ടോ ഇവിടെ? നീ വന്നതിനാൽ നിനക്കൊരു കാഴ്ച കാണിച്ചു തരാം, കാഴ്ച കണ്ടാൽ നിനക്ക് നല്ല സന്തോഷമാവും, വേണമെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും ഒക്കെ കാണിച്ചു കൊടുത്തു എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ നയനക്ക് തോന്നുന്നുണ്ട് എന്തോ ഒരു പണിയുണ്ട് എന്നിങ്ങനെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നയനയും കൂട്ടി പോവുകയാണ് അവിടേക്ക്. അപ്പോൾ ജലജ നവ്യയും കൊണ്ട് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നവ്യക്ക് ഇത് കണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു പുച്ഛഭാവമായിരുന്നു. അപ്പോൾ അവിടെ നയന വരികയും നയനക്കതൊരു ഫീലാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കാണിക്കാനാണോ അമ്മ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ഇതൊന്നുകൂടി മോടി പിടിപ്പിക്കാനാണെങ്കിൽ വിളിച്ചതിനൊരു അന്തസ്സുണ്ടായേനെ, ഇതിലും നല്ല ഭംഗിയായിട്ട് ചെയ്തേനെ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ദേവയാനിയോട്. അപ്പോൾ ജലജ പറയും, നീയൊക്കെ മോടി പിടിപ്പിക്കുമ്പോൾ അവിടെ ഇവിടെയും ബെഡിൽ അവിടെ ഇവിടെയും സൂചി വെച്ചിട്ടായിരിക്കും നീ ചെയ്യുക എന്നിങ്ങനെ ജലജ പറയും. അപ്പോൾ നയന പറയും, ആരാണ് അതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കും എൻ്റെ ചേച്ചിക്കും നന്നായിട്ട് അറിയാം എന്ന് തിരിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, നാളെ ഇനിയിപ്പോൾ അനാമിക മോള് വരും, അനാമിക മോള് തന്നെയാണ് ഈ വീട്ടിലെ ആദ്യത്തെ മരുമകൾ, വേറെ ഒരാളുടെയും ശബ്ദം അവൾക്ക് മേലെ ഉയരരുത് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നയന പറയും, ഇനിയിപ്പോൾ അമ്മ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ തന്നെയാണ് ഈ വീട്ടിലെ ആദ്യത്തെ മരുമകൾ, എൻ്റെ ചേച്ചിയാണിത്, എങ്കിലും എൻ്റെ ചേച്ചി ഞാൻ വന്നതിന് ശേഷമാണ് ഇവിടേക്ക് വന്നത്, അപ്പോഴും ഞാൻ തന്നെയാണ് ഇവിടുത്തെ ആദ്യത്തെ മരുമകൾ എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ. അത് നവ്യക്ക് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജലജ പറയും, ഇവൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമോ ചേട്ടത്തി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനി പറയും, അവള് പറയട്ടെ, അപ്പോൾ നവ്യ നല്ല ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ജലജയോട്, എന്താ എല്ലാവരെയും കാണിക്കണോ ഇല്ലെങ്കിൽ അനങ്ങാണ്ട് നിന്നോ എന്നിങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു വീഡിയോയുടെ കാര്യം പറഞ്ഞിട്ട്. അതിനുശേഷം നവ്യ പറയും, എൻ്റെ അമ്മായിയമ്മ ഇങ്ങ് വന്നേ, കാണിച്ചെല്ലാം കണ്ടെല്ലാം കഴിഞ്ഞു, ഞങ്ങൾക്ക് നന്നായി അങ്ങ് ഇഷ്ടപ്പെട്ടു, ഇനിയിപ്പോൾ എൻ്റെ അമ്മായിയമ്മ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ജലജയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ദേവയാനി പറയുന്നുണ്ടായിരുന്നു നയനയോട്, ഇനിയിപ്പം നീ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ സ്വീകരിക്കില്ല, ഇപ്പോൾ വരുന്ന അനാമിക മോള് തന്നെയാണ് എൻ്റെ ആദ്യത്തെ മരുമകൾ, ഈ വീട്ടിലെ ആദ്യത്തെ മരുമകൾ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നയന പറയും, അമ്മ ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി, എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ആദർശേട്ടനാണ്, ആദർശേട്ടൻ എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്, ഇനിയിപ്പോൾ ആദർശേട്ടൻ സ്നേഹിക്കുന്ന കാലം വരെയും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ്
നയന തിരിച്ചുപോയി. നയന ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അത് കേട്ട് ദേവയാനിക്ക് തീരെ ഒട്ടും ഇഷ്ടമായില്ല. അപ്പോൾ ഒരു എന്താ പറയുക, നാണം കെട്ട പോയ രീതിയിൽ വളരെ ദേഷ്യത്തോടെ എന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് കാണിക്കുന്നത് നവ്യ ജലജയോട് സംസാരിക്കുന്നതായിരുന്നു. നവ്യ ജലജയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അവിടെ കണ്ട ബെഡ്ഷീറ്റ് പോലെ വേറൊരെണ്ണം ഉണ്ടോ അമ്മയുടെ കയ്യിൽ എന്ന് ചോദിക്കും. അപ്പോൾ പറയും അതുപോലത്തെ ഒന്നുമില്ല, എന്നാലും നല്ലതുണ്ട്, എന്താന്ന് ചോദിക്കും. അപ്പോൾ പറയും എന്നാൽ അതിലൊരെണ്ണം എടുത്ത് എൻ്റെ ബെഡ് വിരിക്കണം എന്ന് പറയും. അപ്പം ഞാൻ ബെഡ് വിരിക്കാനോ, നടക്കുന്ന കാര്യമല്ല എന്ന് പറയും ജലജ. അപ്പോൾ നവ്യ പറയും അങ്ങനെയെങ്കിൽ ഈ വീട്ടിലെല്ലാവരും ഈ വീഡിയോ കാണിക്കട്ടെ, എന്നാൽ പിന്നെ അങ്ങനെ കാണിച്ച് ഇതാക്കാമെന്ന് പറയും. അപ്പോൾ പറയും നിനക്ക് എന്താണ് പ്രശ്നം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ അവിടെ പറയുന്ന കേട്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരും വലിഞ്ഞു കയറി വന്നതാണെന്ന്. വലിഞ്ഞു കയറി വന്നത് ശരിക്കും ആരാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം, ചിലർക്ക് കണ്ടത് പറഞ്ഞിട്ടൊക്കെ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറയുമ്പോൾ ജലജ ചോദിക്കും ആരാണ്, എന്താണ് നിങ്ങൾ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പലതും അറിയാം, പിന്നെ അനങ്ങാണ്ട് നിൽക്കുന്നതാണ് എന്നൊക്കെ പറയും. അങ്ങനെ ഈ നിങ്ങൾ ബെഡ് വിരിക്കുന്നു അല്ലെങ്കിൽ എല്ലാവരോടും അറിയിക്കണമെന്ന് ചോദിക്കുമ്പോൾ പേടിച്ച് ജലജ ഞാൻ വിരിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നെ അവിടുന്ന് ജലജ ഇങ്ങനെ ബെഡ് വിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അഭി വരികയും അമ്മ എന്താണ് ഇവിടെ ബെഡ് വിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അവിടേക്ക് അത് നിന്റെ കഴിവുകേട് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വന്നത് എന്നുള്ള രീതിയിൽ ജലജ പറയുന്നുണ്ടായിരുന്നു അഭിയോട്. പിന്നെ അവിടേക്ക് നവ്യ വരികയും നവ്യ അവിടേക്ക് എത്തുന്നതിന് മുന്നേ നവ്യ നയനയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. നവ്യ പറയും നിന്റെ അമ്മായിയമ്മ കരുതി കൂട്ടിയിട്ടാണല്ലോ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം നയന ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, സഹിക്കുക തന്നെ. അനാമികയാണെങ്കിൽ ഒട്ടും നല്ലതല്ല എന്നാ തോന്നുന്നത്. ഞങ്ങളവിടെ കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് രക്ഷിച്ചിട്ടും അവൾ വേറെ എന്തൊക്കെയോ കഥയാണ് അവിടെയൊക്കെ പറഞ്ഞു കൊടുത്തത് എന്ന് പറയും. പൊന്നെന്ന് കരുതി ഇപ്പോൾ ഇളയമ്മ കൊണ്ടുവരുന്നത് കുറച്ച് പ്രശ്നമുള്ള ആളെയാണ് എന്നൊക്കെ പറയും. അപ്പോൾ നവ്യ പറയും ആര് വന്നു കഴിഞ്ഞാലും എന്നോട് കളിച്ചാൽ ഞാൻ നല്ലോണം പറയും എന്ന് പറയുമ്പോൾ നയനയും പറയും ഞാനും മാറാൻ തന്നെ തീരുമാനിച്ചു, പക്ഷെ മനസാക്ഷിക്കെതിരായിട്ടുള്ളതൊന്നും ചെയ്യാൻ വയ്യ എന്ന് പറയും. പിന്നീട് നവ്യയോട് നയന പറയുന്നുണ്ട് എങ്ങനെയായാലും ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അത് ശ്രദ്ധിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതിനെന്തെങ്കിലും പറ്റിയാൽ പിന്നെ രണ്ടും ജയിലിൽ തന്നെ പോകും, അതിലൊരു കോംപ്രമൈസിനും ഞാൻ തയ്യാറാവില്ല എന്നും നവ്യ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നവ്യ റൂമിലേക്ക് എത്തുകയും അവിടെ വെച്ച് അവിടുന്ന് ജലജയോട് ഇങ്ങനെ കൈപിടിച്ച് പറയുന്നുണ്ടായിരുന്നു നയനയുടെ അമ്മയും അങ്ങനെ പലതും ചെയ്യും പറയുകയൊക്കെ ചെയ്യും, അത് കേട്ട് നിങ്ങൾ നിൽക്കേണ്ട എന്ന് പറയും. അപ്പോൾ അഭി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നീ ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട് വീഡിയോയുടെ കാര്യം പറഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ നവ്യ പറയും അതിലേറെ കഷ്ടപ്പാട് എനിക്കുണ്ട്, ഒരു കുഞ്ഞുണ്ടായിട്ട് പോലും അതിനെ സ്നേഹിക്കാൻ നിന്നെക്കൊണ്ടാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അഭി പറയും നീ നേരായ രീതിയിലാണ് ഈ വീട്ടിൽ കയറി വന്നതെങ്കിൽ ഞങ്ങളെല്ലാവരും നിന്നെ നല്ല പോലെ തന്നെ സ്നേഹിച്ചേനെ എന്നിങ്ങനെ പറയും. അപ്പോൾ നവ്യ പറയും ബെസ്റ്റ്, നേരായ രീതിയിൽ കയറി വന്നെങ്കിൽ ഞാൻ ആദർശേട്ടൻ്റെ ഭാര്യയെ ജീവിക്കുന്നുണ്ടാവുമായിരുന്നു. അപ്പോൾ നീ എന്താ പറഞ്ഞത്, ആദർശേട്ടൻ കഴിവ് കെട്ടവനാണ്, നീയാണ് ഈ വീട്ടിലെ എല്ലാം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇതാക്കിയിട്ട് ഇപ്പം ഇങ്ങനെ പറയുന്നു എന്നിങ്ങനെ പറയും. അങ്ങനെ ജലജയോട് പറയും ബെഡ് വിരിച്ചെങ്കിൽ എന്നാൽ പിന്നെ നിങ്ങൾ പൊയ്ക്കോ എന്നിങ്ങനെ പറയും. അതിനു മുന്നേ ജലജ പറയും ഇവരോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ടടാ, എത്തില്ല എന്ന് പറയും. അപ്പോൾ അപ്പോഴാണ് നവ്യ പറയുന്നത് ബെഡ് വിരിച്ചെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ജലജ പോയ ശേഷം അഭിയോട് നവ്യ പറയുന്നുണ്ടായിരുന്നു ഒരച്ഛനില്ലാതെ വളർന്ന എല്ലാ പ്രശ്നവും നിനക്കുണ്ട് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ മേലെ കയറണ്ട, നാളെ കല്യാണത്തിന് പോകണ്ടല്ലേ, കിടന്നുറങ്ങിക്കോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് നയനയും ആദർശിനെയും ആയിരുന്നു. അപ്പോൾ ആദർശ് വളരെ സങ്കടത്തിലാണ്. അനിക്ക് നയനയോട് പറയുന്നുണ്ട് അനിക്കിപ്പോഴും അനാമികയെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല, ഒട്ടും താല്പര്യമില്ലാതെയാണ് നിൽക്കുന്നത്, അവനെൻ്റെ കൈ പിടിച്ച് വളർന്ന കുട്ടിയാണ്, എനിക്ക് അതാണ് അവനോട് ഇത്ര ഇഷ്ടം. അപ്പോൾ അവനിക്ക് സങ്കടം വരുമ്പോൾ എനിക്കും അത് വിഷമം വരുന്നുണ്ട്. എന്താ പറയുക, അതാരാണ് അവനെ സ്നേഹിക്കുന്നതെന്ന് അറിയുന്നുമില്ല, ആരാണ് അവൻ്റെ മനസ്സിലെന്ന് അറിയുകയും ചെയ്യില്ല എന്ന് പറയും. അപ്പോൾ അതിപ്പോൾ അറിഞ്ഞിട്ട് എന്തിനാ, ഇനിയിപ്പോൾ ആ കുട്ടി ഈ കുടുംബത്തിൽ വരാൻ പറ്റാത്ത കുട്ടിയാണെങ്കിലോ
കയറ്റാൻ പറ്റാത്ത കുട്ടിയാണെങ്കിലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് പറയും അങ്ങനൊരു കുട്ടിയെ അവൻ സ്നേഹിക്കാനൊരു ചാൻസും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായാലും അവൻ്റെ ജീവിതം നന്നായാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ അവൻ്റെ സങ്കടം കാണുമ്പോൾ എനിക്കും സങ്കടമാവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം നയന ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഏട്ടനെ പോലെ ആവണ്ടല്ലോ അല്ലേ അനിയൻ്റെ ജീവിതം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും ആദർശ്. മുമ്പ് അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയും അല്ല, ഇതുവരെ ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ച് തുടങ്ങിയില്ലല്ലോ, ഇപ്പം നാളെ ഇനിയിപ്പോൾ അനിയുടെ ഫസ്റ്റ് നൈറ്റാണ് എന്നൊക്കെ പറയും. അപ്പോൾ ആദർശ് പറയും അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, അതെന്താ ഇപ്പോൾ ഇതിനിടയിൽ വന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് മാറിക്കിടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു നയന. അങ്ങനെ തുടർന്ന് രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സ്നേഹത്തോടെ നോക്കിയിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്.